പൈസ വീട്ടിലേക്ക് അയച്ചു കൊടുത്തൊരു വീടുണ്ടാക്കി. ആ വീട്ടിലേക്ക് കയറി താമസിക്കാൻ ഞാൻ നാട്ടിൽ വന്നിട്ട് നമുക്ക് പെരകയറി താമസം നടത്താം, അങ്ങനെ പ്ലാൻ ചെയ്തു. ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് തിരിച്ചു പോന്നു. എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി, ചെറിയൊരു നെഞ്ചുവേദന. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ മയ്യത്ത് പുതിയ വീട്ടിലേക്ക് കയറ്റാൻ നേരത്ത് ഭാര്യ പറഞ്ഞതെന്താ? പുതിയൊരു വീടാണ്, വേണ്ട, മയ്യത്ത് അങ്ങോട്ട് കയറ്റണ്ട എന്നാണ് പറഞ്ഞത്. അതാണ് മനുഷ്യന്റെ അവസ്ഥ. മരണം, വേർപാട് ഏത് നിമിഷവും അത് നമുക്ക് സംഭവിക്കാം. ആഭരണത്തിന് വേണ്ടി മരിക്കുന്ന വർഗമാണല്ലോ ഈ കൂട്ടര്, പെണ്ണുങ്ങള് അല്ലേ? ഒരാള് മരിച്ച, ഞാൻ കളിയാക്കുകയല്ല, വളരെ ഗൗരവത്തോടുകൂടി പറയും. ഒരാള് മരിച്ചാൽ ആദ്യം എന്താ ചെയ്യാ? വസ്ത്രം മുഴുവനും അഴിച്ചു മാറ്റി ഒരൊറ്റ വസ്ത്രം കൊണ്ട് മൂടും, അല്ലേ? പെണ്ണുങ്ങൾ മരിച്ചാലോ വസ്ത്രമാണോ ആദ്യം മാറ്റുക? അല്ല, പിന്നെന്താ മാറ്റുക? ആഭരണം അഴിച്ചു മാറ്റും. വള ഊരിയെടുക്കാൻ പറ്റാതെ വന്നപ്പോൾ ഒരുപാട് വളകൾ ഈ കൈ കൊണ്ട് ഞാൻ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ആ ഓർമ്മകൾ ഇന്നും എന്റെ മനസ്സിലുണ്ട്. സ്വന്തം മകനെ പോലെ കൊണ്ടു നടന്ന ഉമ്മ മരണപ്പെട്ടിട്ട് വള ഊരിയിട്ട് പോരുന്നില്ലല്ലോടാ, ഇങ്ങോട്ട് വന്നേ എന്ന് വിളിച്ചിട്ട് ഊരാൻ പറ്റാതെ ആ കയ്യിൽ കിടന്ന വളകൾ മുറിച്ചു മാറ്റിയ ഓർമ്മ ഇന്നും എന്റെ മനസ്സിലുണ്ട്. അതിനു വേണ്ടിയാണ് മരിക്കുന്നത്, അതിനു വേണ്ടിയാണ് പാടുപെടുന്നത്, അതിനു വേണ്ടിയാണ് ജീവിക്കുന്നത്. ആഭരണത്തിന് വേണ്ടി, സ്വത്തിനു വേണ്ടി. പക്ഷെ ഈ സ്വത്തും ഈ ആഭരണവും മരണപ്പെട്ടു പോകുമ്പോൾ എന്തേ കൊണ്ടുപോകാത്തത്? എന്റേത് എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. അതെന്റേതാണ്. ആ കാണുന്ന പറമ്പ് 2.5 ഏക്കർ അതെന്റേതാണ്, മറ്റത് ഭാര്യയുടേതാണ്. എന്നിട്ട് എന്തേ കൊണ്ടുപോകാത്തത്? എനിക്ക് ബാങ്കിൽ 10 ലക്ഷം രൂപയുണ്ട്, ഭാര്യക്ക് 101 പവനുണ്ട്, ഞാൻ വാങ്ങിച്ചു കൊടുത്ത 51 വേറെയുണ്ട്. അല്ല, നിന്റേതല്ല, നിന്റെ ഭാര്യയുടേതുമല്ല. ആണെങ്കിൽ നമ്മുടേത് എന്ന് നമുക്ക് അവകാശപ്പെടണമെങ്കിൽ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തത് മാത്രമേ നമ്മുടേതാകൂ. നാളെ പാരത്രിക ലോകത്ത് നമ്മുടേതെന്ന് പറയണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്ത, ഒരു സംശയവുമില്ലാതെ പരലോകം പ്രതീക്ഷിച്ചുകൊണ്ട് കൊടുത്ത മുതൽ എത്രയാണോ അത് മാത്രമേ നമ്മുടെ മുതലായിട്ടുള്ളൂ. നമ്മുടെ റൂഹ് ശരീരത്തിൽ നിന്നും പോയാൽ പിന്നെ ഈ കിടക്കുന്നത് അനന്തരാവകാശികൾ പങ്കിട്ടെടുക്കും. അവര് നിങ്ങൾക്ക് വേണ്ടി ചെലവ് ചെയ്തു കൊള്ളണം എന്നില്ല, അല്ലേ? ഒരുപാട് ഉദാഹരണങ്ങൾ ഓരോരുത്തരുടെയും മൂക്കിന് താഴെ കാണാൻ കഴിയും. ഹറാമും ഹലാലൊന്നും നോക്കാതെ അങ്ങനെയാണല്ലോ ആളുകൾ പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. എന്തിനാ? കൂടുതൽ ശമ്പളം വാങ്ങാൻ പറ്റിയ ജോലി ഏത് കോഴ്സ് പാസ്സായാലാണോ കിട്ടുക അതിന് എത്ര കോടി ചെലവ് ചെയ്യാൻ എന്ത് ചെയ്യാറുണ്ട്? തോട്ടിപ്പണി ചെയ്താലാണ് പൈസ കൂടുതൽ കിട്ടുകയെങ്കിൽ തോട്ടിപ്പണിക്ക് ആള് വിടും. തെങ്ങ് കയറാൻ പോയാൽ അതൊരു കോഴ്സാണ്. തെങ്ങ് കയറ്റ തൊഴിലാളിക്ക് 2 ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞാലുണ്ടല്ല, തെങ്ങ് കയറ്റം പഠിപ്പിക്കുന്ന കോളേജ് തന്നെ ഉണ്ടാക്കും ഇവിടെ. ഇപ്പം തന്നെ കുക്കറി കോഴ്സിനെ കഞ്ഞി കൂട്ടാനും വെക്കാൻ എന്തിപ്പോ കോഴ്സ്? കാര്യങ്ങളുണ്ട്. അജിനാമോട്ടോന്റെ ചേരുവകൾ ചോദിച്ചാൽ നാടന് മനസ്സിലാവൂല, പക്ഷെ അത് പഠിച്ച കുട്ടികൾക്ക് അറിയാൻ പറ്റും. അത് വേറെ വിഷയം. ഈ കഞ്ഞി കൂട്ടാനും വെക്കാനാണല്ലോ കുക്കറി കോഴ്സിന് വിടുന്നത്. എത്ര പൈസയൊക്കെ കൊടുത്ത് അങ്ങോട്ട് ചെന്നിട്ട് പിന്നെ സർ, ഏത് സർ? കണ്ട കാളനെയും കൂളനെയും സാറെന്ന് വിളിച്ചിട്ട് ഈ തീന്റെ ചൂടൊക്കെ. അതിപ്പോ നാടൻ ലുങ്കിയോട് മടക്കി കുത്തിയിട്ട് കുറെ സവാള അരിഞ്ഞിട്ട് അങ്ങോട്ട് വേവിച്ചു കൊടുത്ത അനുബന്ധ പാട് ഇല്ല. ലക്ഷ്യം എന്ത്? അതാണ് പ്രശ്നം. പൈസയാണ്, പണം. എത്രത്തോളം അധികം വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ അതിനു വേണ്ടി കുട്ടികളെ വളർത്തുക, അതിനു വേണ്ടി ശ്രമിക്കുക. നമ്മൾ അതിനപ്പുറം വലത്തോട്ട് സലാം വീട്ടൽ ഫർളും ഇടത്തോട്ട് സലാം വീട്ടിൽ സുന്നത്താണെന്നെങ്ങാനും കൗമിന് പരസ്യമായിട്ട് പറഞ്ഞു കൊടുത്താൽ ഇടത്തോട്ട് സലാം വീട്ടൂല, അതിന് മുമ്പ് എണീച്ചു പോവും. അങ്ങനെയല്ലോ. ഒന്നു കൊടുക്കാൻ നിൽക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 2 ഏക്കറിന് പട്ടയുണ്ടാവേ, 1/2 ഏക്കറിന് പട്ടയുമില്ല. ഒന്നു കൊടുക്കുകയാണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ സലാം വീട്ടിട്ടെ മറ്റേന്റെ പട്ടയത്തിന്റെ കണക്ക് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. എന്തിനാ ഈ പാടുപെടുന്നത്? അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ ഏതാ? പോകണ്ടേ തറവാട്ടിലേക്ക്? ആ പറഞ്ഞുകൊണ്ടിരിക്കാലേ ആയിരിക്കും ഏതൊരാത്മാവിനും അതിന്റെ കർമാവധി ആസന്നമായാൽ ഒരു നിമിഷ നേരം പോലും പിന്തിക്കുന്ന പ്രശ്നമില്ല. അതാണ് മരണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്,
അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്, ദുനിയാവിലെ മുഴുവൻ സുഖസൗകര്യങ്ങളെയും തകർത്ത് കളയുന്ന മരണത്തെ കുറിച്ച് നിങ്ങൾ അധികം ഓർക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാനുണ്ടായ കാരണം അതാണ്. എല്ലാവരും മരിക്കൂലോ, ആർക്കെങ്കിലും ഒരു സ്ഥിരവാസം ഈ ദുനിയാവിൽ അല്ലാഹു കൊടുക്കുമായിരുന്നെങ്കിൽ വലൗ ഖദ്ദറർ റഹ്മാനു ഖുൽദൻ ലി ഖൽഖിഹി ലിദുനിയാ ലാ മാതൻ നബിയു ബിതൈബതി, ദുനിയാവിൽ ആർക്കെങ്കിലും സ്ഥിരജീവിതം പടച്ച തമ്പുരാൻ കൊടുക്കുമായിരുന്നെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ ജീവിതം കൊടുക്കുമായിരുന്നു. പക്ഷേ ആ അള്ളാഹുവിന്റെ റസൂല് പോലും ദുനിയാവിൽ നിന്നും വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായ ഞാനും നിങ്ങളും ഏത് നിമിഷവും ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞോ എന്ന് വന്നേക്കാം. പക്ഷേ എന്താ നമ്മൾ കരുതിയിട്ടുള്ളത്? അത്തർല അൻ തകൂന റഫീഖ ഖൗമിൻ ലഹും സാദുൻ വ അൻത ബിഗൈരി സാദി, ഒരേ ഭാഗം ആളുകളോടൊപ്പം ചേരണം എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ലഹും സാദുൻ, അവരുടെ കയ്യിൽ വിഭവങ്ങളുണ്ട്. വ അൻത ബിഗൈരി സാദി, നിന്റെ കയ്യിലാകട്ടെ യാതൊരു വിഭവങ്ങളുമില്ല. എന്ത് വിഭവം അപ്പൊ നമ്മുടെ അടുത്തുള്ളത്? നമ്മുടെ മുൻഗാമികളുടെ ചരിത്രം പരിശോധിച്ചാല് അവരുടെ കൈ കൊടുത്തു, കണ്ണ് കൊടുത്തു, തല കൊടുത്തു, രക്തം കൊടുത്തു, ജീവൻ കൊടുത്തു എന്ന് പറയാനുണ്ട്. നമുക്ക് എന്താ പറയാനുള്ളത്? ഒന്നുമില്ല. നമ്മൾ വിചാരിക്കേണ്ടത് നമസ്കാരത്തിന് ഷർത്ത്, ഫർള്, സുന്നത്ത് ഇതെല്ലാം ശരിയാണ്, ശിർക്ക് ചെയ്യുന്നുമില്ല, അപ്പൊ പിന്നെ കിട്ടൂന്നാണ്. അത് മനസ്സിൽ വെച്ചാൽ മതി. സാധ്യത വളരെ കുറവാണ്. കിട്ടണമെങ്കിൽ കാരുണ്യം കൊണ്ട് അള്ളാഹു മൂടണം. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവും. നമ്മുടെ നാട്ടിൽ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോ നാമനിർദ്ദേശ പത്രിക കൊടുക്കാറുണ്ടല്ലോ. ഈ നാമനിർദ്ദേശ പത്രിക പൂരിപ്പിച്ചു കൊടുക്കുന്നത് എഴുത്തുമാൻ അറിയാത്ത ആൾക്കാരല്ല, ഇത് സ്ഥിരമായി ചെയ്ത് നല്ല പരിചയമുള്ള ആളുകളാണ്. അപ്പൊ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്ന അവസാനത്തെ തീയതി പത്രത്തിൽ നമ്മളിങ്ങനെ വായിക്കുമല്ലോ, പിൻവലിക്കാനുള്ള അവസാനത്തെ തീയതി സൂക്ഷ്മ പരിശോധന. അവിടെയാണ് പ്രശ്നം. എത്രയോ വമ്പന്മാരുടെ നാമനിർദ്ദേശ പത്രികകൾ സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയതായി പത്രങ്ങളിലൂടെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഓരോന്നിടത്ത് ഇങ്ങനെ സൽമാൻ ഇവിടെ വാ, സൽമാൻ ചെല്ലും, നിസ്കാരം എടുത്തിട്ട് ഇങ്ങനെ കുടുക്കി നോക്കും. പടച്ചോൻ, എടാ ഇത് പേടാണ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല. അത്താഉ സലമി റളിയല്ലാഹു അൻഹു മദീനയിലെ നല്ലൊരു എംബ്രോയിഡറി വിദഗ്ധനാണ്. അദ്ദേഹത്തോട് ഒരു കടക്കാരൻ പറഞ്ഞു, ഒരു കുറെ ഡിസൈൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ ഡിസൈൻ എല്ലാം ഉള്ള ഒരു വിരിപ്പ് നെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹം മാസങ്ങളോളം കഷ്ടപ്പെട്ട് ആ വിരി നെയ്ത് കച്ചവടക്കാരന്റെ കൈ കൊണ്ട് കൊടുത്തു. കച്ചവടക്കാരൻ ആ വിരി നിവർത്തി നോക്കിയിട്ട് പറഞ്ഞു, അല്ലാത്താഴെ ഞാൻ പറഞ്ഞ ഡിസൈനിൽ വ്യത്യാസമുണ്ടല്ലോ, കളറിൽ ഒരുപാട് മാറ്റം കാണുന്നുണ്ടല്ലോ. ഇത്രേ പറഞ്ഞുള്ളൂ. അത്താഉ സലമി റളിയല്ലാഹു അൻഹു വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. ആളുകൾ കൂടി. കച്ചവടക്കാരൻ പറഞ്ഞു, എന്തിനാ നീ കരയണ? ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു, എനിക്ക് കാശ് തരാ, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞ കളറൊക്കെ ഒരു ചെറിയ മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. അത്താഉ സലമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ കുറ്റം പറഞ്ഞതിൽ എനിക്ക് പ്രശ്നമില്ല. അള്ളാഹു എനിക്ക് ആയുസ് തന്നാൽ, യമനിൽ നിന്നും നല്ല നൂല് കിട്ടിയാൽ ഇതിനേക്കാൾ നല്ല ഡിസൈനുകൾ നെയ്യാൻ ഒരുപക്ഷേ ഈ അത്താഴിന് കഴിഞ്ഞെന്ന് വന്നേക്കും. പക്ഷേ നാളെ പാരത്രിക ലോകത്തേക്ക് പടച്ചതമ്പുരാന്റെ കോടതിയിലേക്ക് ഞാൻ ഒരു വിരി നെയ്തിട്ടുണ്ട്. അതിൽ നമസ്കാരത്തിന്റെ ഡിസൈനുണ്ട്, അതിൽ നോമ്പിന്റെ ഡിസൈനുണ്ട്, സക്കാത്തിന്റെ ഡിസൈനുണ്ട്, ഖുർആൻ പാരായണത്തിന്റെ ഡിസൈനുണ്ട്. അങ്ങനെ ഒരുപാട് ഡിസൈനുകൾ ആ വിരിപ്പിലുണ്ട്. പടച്ചതമ്പുരാൻ നാളെ പാരത്രിക ലോകത്ത് നീതി പൂർണ്ണമായും നടപ്പിലാക്കപ്പെടുന്ന കോടതിയിൽ വെച്ചുകൊണ്ട് എന്നോട് ചോദിച്ചാൽ, അത്താഴെ ഈ നമസ്കാരത്തിന്റെ വിരിപ്പിൽ ഇഖ്ലാസിന്റെ നൂല് കാണുന്നില്ലെന്ന് പറഞ്ഞാൽ, ഈ നോമ്പിന്റെ ഡിസൈനിൽ തഖ്വയുടെ നൂലിന് കളറില്ല എന്ന് പറഞ്ഞാൽ, ഈ ഖുർആൻ പാരായണത്തിന്റെ ഡിസൈനിൽ തജ്വീദിന്റെ നൂല് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ, തിരിച്ചു ഭൂമിയിലേക്ക് വന്ന് ആ ഡിസൈൻ നെയ്തെടുക്കാൻ ഈ അത്താഴിന് കഴിയില്ലല്ലോ എന്നോർത്ത് ഞാൻ കരഞ്ഞതാണെന്ന് അത്താഉ സലമി റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ, നമ്മുടെയൊക്കെ അമലിന്റെ കോലം അത് സ്വന്തം മനസാക്ഷിയോട് നമ്മൾ ചോദിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അമലുകൾ കൊണ്ടൊന്നും രക്ഷപ്പെടാത്ത ഒരു ദിവസം. അപ്പൊ ചോദിച്ചു, നബിയെ അങ്ങയും രക്ഷപ്പെടൂലേ? ഇല്ല, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് എന്നെ മൂടിയെങ്കിലല്ലാതെ ഞാനും രക്ഷപ്പെടുകയില്ല. റസൂലുള്ള ഒരിക്കൽ പരലോകത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, വല്ലാഹി ലാ അദ്രീ
വല്ലാഹി ലാ അദ്രീ വഅന റസൂലുള്ളാഹ് മാ യുഫ്അൽ